നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓർത്തോനാറ്റിക് സർജറി അല്ലെങ്കിൽ ജോ സർജറിയെ കുറിച്ചാണ്. ഞങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഡൗട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യോത്തരവേള പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ആർക്കൊക്കെയാണ് ഈ ഓർത്തോനാറ്റിക് സർജറി അല്ലെങ്കിൽ ജോ സർജറി ആവശ്യമാണ്? അതിനകത്ത് 3 ഘട്ടമായിട്ട് നമ്മൾ പറയാം. ഒന്ന്, കമ്പി ഇട്ടുകൊണ്ട് മാത്രം പല്ലിന്റെ അലൈൻമെന്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തവര്. 2, കോസ്മെറ്റിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലവരുണ്ട് താഴത്തെ താടിയിൽ മുന്നോട്ടിരിക്കുന്നു, മേളത്തെ താടിയിൽ മുന്നോട്ടിരിക്കുന്നു, ചിരിക്കാൻ നേരം മോണ കൂടുതൽ കാണുന്നു. ഇവയൊന്നും കമ്പി ഇട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓർത്തോനാറ്റിക് സർജറി അല്ലെങ്കിൽ ജോ സർജറിയിലോട്ട് പോകേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, ഓർത്തോനാറ്റിക് സർജറി അല്ലെങ്കിൽ ജോ സർജറി എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്? ഓർത്തോനാറ്റിക് അല്ലെങ്കിൽ ജോ സർജറി പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ സ്കെലിറ്റൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളർച്ച തീരുമ്പോഴാണ്. ആണുങ്ങൾക്ക് യൂഷ്വലി ഒരു 16 വയസ്സ് കഴിയുമ്പോൾ, പെൺകുട്ടികൾക്ക് 18 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ജോ സർജറി പ്ലാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ജോ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നത്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്വഭാവങ്ങൾ. ചിലർക്കുണ്ട് നാക്കിട്ട് തള്ളുന്ന സ്വഭാവം, ചിലർക്കുണ്ട് വാവഴി ശ്വസിക്കുന്ന സ്വഭാവം, ചിലർക്ക് അത് ജന്മനുള്ള വൈകല്യങ്ങളായിരിക്കും. സോ ഇതൊക്കെയാണ് പല കാരണങ്ങൾ. പിന്നത്തെ ചോദ്യം വന്നേക്കുന്നത്, ഓർത്തോനൽ സർജറി കഴിഞ്ഞ് എനിക്ക് എത്ര നാളിന് ശേഷം ജോലിയിൽ പ്രവേശിക്കാം അല്ലെങ്കിൽ എന്റെ റുട്ടീൻ ആക്ടിവിറ്റീസിന് പോവാം? ഓർത്തോനാറ്റിക് സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ 3 ദിവസം കിടക്കണം. അതിനുശേഷം ഒരാഴ്ച റെസ്റ്റ് ഉണ്ട്. ആ ഒരാഴ്ചക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ ആക്ടിവിറ്റീസിലോട്ട് പോകാം. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ചോദ്യമോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി ബന്ധപ്പെടും.